أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور. وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1411 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 31-32 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته في ذلك لآيات لكل صبار شكور. وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور. صدق الله العلي العظيم. സൂറത്തുൽ ലുഖ്മാനിലെ 31-32 ആയത്തുകളാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയെ മുൻനിർത്തിക്കൊണ്ട് മക്കയിലെ നിഷേധികളായ സമൂഹം പിന്തുടർന്നു വരുന്ന നിലപാട് എത്ര അബദ്ധജടിലമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പകലിനെ രാവിലേക്ക് പ്രവേശിപ്പിക്കുന്നതും താങ്കൾ കാണുന്നില്ലേ എന്നാണ് തൊട്ടുമുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആയത്തുകളിൽ അള്ളാഹു ഉന്നയിച്ച ഒരു വിഷയം. അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും ഒരു പ്രാപഞ്ചിക വ്യവസ്ഥക്ക് വിധേയപ്പെടുത്തുകയുണ്ടായി എന്ന കാര്യവും അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എല്ലാം തന്നെ ഒരു നിർണിതമായ അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ നിശ്ചിത നിർണിത ഭ്രമണപഥങ്ങളിലായിട്ട്. അതുപോലെ മനുഷ്യരൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് അള്ളാഹു അവിടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതി, ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് പരമമായ യാഥാർത്ഥ്യം എന്ന സംഗതി കാരണത്താൽ അക്കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ മിഥ്യയാണ് എന്ന കാര്യവും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അവനാണ് അത്യുന്നതനായവനും
ഏറ്റവും മഹത്വമുടയവനുമായ ശക്തി എന്നതാണ് തുടർന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അതിനുശേഷം ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന 2 ആയത്തുകളിലായിട്ട് മനുഷ്യന്റെ നിലപാടുകൾ രൂപപ്പെടുന്നതിന്റെ ചില സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണുള്ളത്. വിശേഷിച്ച് കപ്പലുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ കടലിലെ സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യന്റെ നിലപാടുകൾ എത്രത്തോളം ബാലിശമാണ്, എത്രത്തോളം ജഡികമാണ് എന്നതൊക്കെ വ്യക്തമാക്കുകയാണ്. അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹർ ബിനിഅമത്തില്ല, നീ കാണുന്നില്ലേ കപ്പല് കടലിൽ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കാരണമായി, അള്ളാഹുവിന്റെ വിവിധങ്ങളായ നിഅമത്തുകളുടെ കാരണത്താലാണ് കടലിൽ കപ്പല് സഞ്ചരിക്കുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരോക്ഷമായിട്ട് മുഴുവൻ അനുവാചകരോടുമായിട്ട് അള്ളാഹു വ്യക്തമാക്കുന്ന സംഗതി, കടലില് കപ്പല് സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹുവിന്റെ ഒട്ടേറെ നിഅമത്തുകൾ കാരണമായി, ഒട്ടേറെ അനുഗ്രഹങ്ങൾ കാരണമായിട്ടാണ് കടലില് കപ്പല് സഞ്ചരിക്കുന്നത്. ശക്തമായ തിരമാലകളിൽ പെട്ട് കപ്പല് മറിഞ്ഞു പോകാൻ, അതിശക്തമായ കാറ്റിലും കോളിലും പെട്ട് കപ്പലിന്റെ സഞ്ചാരദിശ തെറ്റിപ്പോവുകയും കപ്പല് തന്നെ അപകടത്തിൽ പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാവും. കടലിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളായാലും ആകാശത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളായാലും എത്ര വലിയ ശാസ്ത്ര സാങ്കേതിക മികവ് അവകാശപ്പെടുന്ന വാഹനങ്ങളാണെങ്കിലും ഒരുപാട് വേരിയബിൾസിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവ പ്രവർത്തനക്ഷമമാവുന്നത്, സഞ്ചരിക്കുന്നത്, അപകടം കൂടാതെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് എന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നോണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് വിമാനം ആ വിധത്തില് താഴേക്ക് പതിച്ചത്? നൂറുകണക്കിന് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ ചെന്ന് വീണത് എന്തുകൊണ്ടാണ് എന്നത് കണ്ടുപിടിക്കാൻ പോലും സാങ്കേതിക മികവും കഴിവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ദിവസങ്ങൾ തന്നെ എടുക്കുകയാണ്. അതുപോലെ വലിയ ആംബിഷ്യസ് ആയ പല അവകാശവാദങ്ങളോടും കൂടി കടലിൽ ഇറക്കിയ ഒരു കപ്പലായിരുന്നല്ലോ ചരിത്രത്തില് നമുക്ക് ഒക്കെ പരിചയമുള്ള എന്തായിരുന്നു ആ കപ്പലിന്റെ പേര്? ടൈറ്റാനിക്. ഇതുപോലെ നമ്മൾ വലിയ കണക്കുകൂട്ടലുകൾ വലിയ കൃത്യതയോടുകൂടി പ്രവർത്തനക്ഷമമാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ പല നേട്ടങ്ങളും നമ്മൾ ഉയർത്തി കാണിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു സംഗതി, മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ വളരെ പരിതാപകരം അല്ലെങ്കിൽ വളരെ ദുർബലമായ ഒരു അവസ്ഥയാണ്. ഒരുപാട് വേരിയബിൾസിനെ, ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യന്റെ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കപ്പെടുന്നത്. അവയൊന്നും പൂർണ്ണമായും മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് ഈ ഘടകങ്ങളിൽ ചിലതിൽ മാറ്റം ഉണ്ടാവുന്നത് നമ്മളെ കണക്കുകൂട്ടലുകളെ മുഴുവനും തെറ്റിക്കാൻ കാരണമാവുന്നുണ്ട്. ഇപ്പോ ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിലും അതുപോലെയുള്ള പല കണക്കുകൂട്ടലുകളും വളരെ നിസ്സഹായരാക്കുന്ന വിധത്തില് പിഴച്ചു പോയത് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യന്റെ പ്രാപ്തിയും മനുഷ്യന്റെ കഴിവും ഒക്കെ ഇതര ജീവജാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ
വളരെ ഇനെസ്റ്റിമബിൾ ആയിട്ടൊക്കെ അനുഭവപ്പെടുമെങ്കിലും എത്ര തന്നെ പ്രശംസനീയമായ നേട്ടങ്ങളാണ് മനുഷ്യൻ കൈവരിക്കുന്നതെങ്കിൽ പോലും അവയൊക്കെ തന്നെ പ്രപഞ്ച സ്രഷ്ടാവ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയുടെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അവയൊക്കെ തന്നെ ഫലപ്രദമാവുന്നത് ഈ വ്യവസ്ഥയും സംവിധാനവും അനുവദിക്കുന്ന ഒരു ഇടത്തിൽ മാത്രമാണ്. നമ്മുടെ ദൃഷ്ടിയിലോ ശ്രദ്ധയിലോ പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഈ വ്യവസ്ഥയിലും സംവിധാനത്തിലും ഒക്കെ ഉണ്ടാകും. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളും രൂപപ്പെട്ടു വരാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞോളണം എന്നില്ല. നമ്മൾ ബഹിരാകാശ യാത്ര നടത്തിയ സമീപകാലത്തെ സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾക്ക് അതീതമായിട്ട് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയും ഉദ്ദേശിച്ച വിധത്തില് ബഹിരാകാശ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ പറ്റാതിരിക്കുകയും ഏകദേശം ഒരു വർഷത്തോളം ബഹിരാകാശത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് തങ്ങേണ്ടി വരികയൊക്കെ ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ മനുഷ്യന്റെ ഔദ്ധത്യം യഥാർത്ഥത്തില് അവന്റെ കഴിവുകളുടെയും അവന്റെ നേട്ടങ്ങളുടെയും പേരിൽ മനുഷ്യൻ ഔദ്ധത്യമുള്ളവരായി മാറുകയാണെങ്കിൽ അത് യഥാർത്ഥത്തില് ബുദ്ധിശൂന്യതയാണ്. എത്ര തന്നെ നേട്ടങ്ങള് മനുഷ്യൻ കൈവരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെയും തന്നെ നേടാനും കൈവരിക്കാനും ഒക്കെ സാധിക്കുന്നത് ദൈവികമായ ചില സാഹചര്യം ഒരുക്കൽ കൊണ്ട് മാത്രമാണ് എന്നത് പലപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കാതെ പോവുകയാണ്. ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ല. കപ്പല് കടലില് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കാരണമായി സഞ്ചരിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ? എന്തിനാണത് അള്ളാഹു കപ്പലിനെ കടലിൽ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കിയത്? മനുഷ്യൻ ഭൂമിയിൽ അധിവസിച്ചു തുടങ്ങിയ ഒന്നാമത്തെ നാള് മുതൽ തന്നെ മനുഷ്യന് കരഗതമായ ഒരു നേട്ടമായിരുന്നില്ല ഇത്. ഒരുപക്ഷെ മനുഷ്യ നാഗരികത ഒരുപാട് വികാസം നേടിയതിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കടലിൽ സഞ്ചരിക്കാവുന്ന വിധത്തില് അല്ലെങ്കിൽ അതിജീവിക്കാൻ പറ്റുന്ന ഒരു കപ്പല് മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അള്ളാഹുവിടെ അതിനെ പരാമർശിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് കപ്പല് കടലിൽ സഞ്ചരിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കുന്നത്. അതില് നമ്മൾ കപ്പൽ നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം ഒരു ഫാക്ടറാണ്. പിന്നെ കടലിന്റെ പ്രകൃതം, ജലോപരിതലത്തില് നമ്മൾ നീറ്റിലിറക്കുന്ന ഈ കപ്പല് അതെങ്ങനെ അവിടെ ജലോപരിതലത്തിൽ തങ്ങി നിൽക്കുന്നു, ആണ്ടുപോകാതിരിക്കുന്നു എന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ കാറ്റിന്റെ ചലനഗതി, അതിന് കപ്പലിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ചില തലങ്ങളും ഘടകങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് കടലില് നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ, തിരമാലകൾ ശക്തി പ്രാപിക്കുന്നതും കാറ്റ് വളരെ രൗദ്രതയുള്ളതായി മാറുന്നതും ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായി ഉദ്ദേശിച്ച ദിശയിലല്ലാതെ കപ്പൽ നീങ്ങുകയും വലിയ പാറക്കെട്ടുകളിലൊക്കെ പോയിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാതെ സുരക്ഷിതമായി കടലില് കപ്പല് സഞ്ചരിക്കുന്നത് അത് ദൈവികമായ നിഅമത്തുകൾ കൊണ്ടാണ് എന്നത് അള്ളാഹുവിടെ വെളിപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ നിഅമത്ത് കാരണമായി, അനുഗ്രഹം കാരണമായിട്ടാണ് കടലിൽ കപ്പല് സഞ്ചരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സാധ്യത അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നത്? ലിയുരിയക്കും മിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പലതും നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. കടലിലുള്ള സഞ്ചാരം മനുഷ്യന് സാധ്യമാക്കിയതിന്റെ താല്പര്യം
ദൈവിക ദൃഷ്ടാന്തങ്ങൾ പലതും മനുഷ്യര് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കപ്പലിൽ കടലിലൂടെ യാത്ര ചെയ്ത് മനുഷ്യന് പല സംഗതികളും ദൈവിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട പലതും കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ താല്പര്യം എന്ന് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ്. ആഴക്കടലില് മനുഷ്യന് വിലപിടിപ്പുള്ള പലതും, മനുഷ്യന് പ്രയോജനകരമായ പലതും, മനുഷ്യന് ജീവിതായോധനത്തിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള പലതും കണ്ടെത്താനുണ്ട്. കരയിൽ ലഭ്യമല്ലാത്ത, കടലിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സംഗതികൾ മനുഷ്യരത് പലതും ഇത്തരം കടൽ യാത്രകൾ നടത്തിക്കൊണ്ട് കണ്ടെത്തുകയും ആഴക്കടലിൽ പോലുമുള്ള സാധ്യതകൾ, കടലിന്റെ അടിത്തട്ടിൽ പോലുമുള്ള പല സംഗതികളും, ദൈവികമായ പല അനുഗ്രഹങ്ങളും പല ദൃഷ്ടാന്തങ്ങളും കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടലിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തുക എന്ന ഒരു സംഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് കടലിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ കപ്പലുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ കരയിലുണ്ട്. മനുഷ്യന് കരയിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവിക ദൃഷ്ടാന്തങ്ങൾ പലതും കണ്ടെത്തുകയും അവയിലൂടെ ദൈവാസ്തിക്യം ബോധ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെ അവയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഒക്കെ. ഇനി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന് പ്രയോജനകരമാവുന്ന ഒട്ടേറെ സംഗതികൾ കരയിൽ അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യൻ പര്യവേഷണങ്ങളിലൂടെയും ഗവേഷണ പ്രയത്നങ്ങളിലൂടെയൊക്കെ ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂഗർഭ മേഖലകളിലുള്ള പല സാധ്യതകളും മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് വലിയ മുന്നേറ്റം നാഗരിക വളർച്ചയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോ ഇന്ധനങ്ങളുടെ വിവിധങ്ങളായ ഇന്ധനങ്ങളുടെ കണ്ടെത്തല്, പെട്രോള്, ഡീസല്, മണ്ണെണ്ണ പോലെയുള്ള ഇന്ധനങ്ങളുടെ കണ്ടെത്തല്, കൽക്കരി പോലെയുള്ള സംഗതികളുടെ ഉപയോഗം, ഇതൊക്കെ നിലവിൽ വരുന്നത് മനുഷ്യന്റെ ഇത്തരം പര്യവേഷണങ്ങളിലൂടെയാണ്. ഇതുപോലെ കടലിന്റെ ഉപരിതലത്തിലും ആഴക്കടലിലും കടലിന്റെ അടിത്തട്ടിലും ഒക്കെ ആയിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ധാരാളം സംഗതികളുണ്ട്. അവയൊക്കെയും ദൈവിക ദൃഷ്ടാന്തങ്ങളുമാണ്. അതുപോലെ തന്നെ ദൈവികമായി മനുഷ്യന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളുമാണ്. ഈ അനുഗ്രഹങ്ങളെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ എന്ന നിലക്ക് ഉൾക്കൊള്ളുവാനും അവയെ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ഒക്കെ മനുഷ്യന് സാധിക്കുന്നത് കടലിൽ സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തില് ഒരു വാഹനം മനുഷ്യന് ഒരുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ആ വിധത്തിൽ അള്ളാഹു അതിനെ ഒരുക്കി വെച്ചിരിക്കുന്നതിന്റെ താല്പര്യം കരയിലെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ മനുഷ്യൻ കണ്ടെത്തുന്നത് പോലെ കടലിൽ അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവര് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവിക ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുന്നത് മനുഷ്യന്റെ നിത്യജീവിതത്തിൽ പ്രയോജനകരമാവും എന്ന ഒരു തലമുള്ള പോലെ തന്നെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ അവർക്ക് ഉപകരിക്കും. ഈ പ്രപഞ്ച സാകല്യം താനേ ഉണ്ടായതല്ല, ഒരു ആകസ്മികതയല്ല, കൃത്യമായ ദൈവികമായ ആസൂത്രണമാണത് എന്ന് മനുഷ്യന് തിരിച്ചറിയാൻ ഈ സംഗതികൾ വളരെയേറെ പ്രയോജനം ചെയ്യും എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ലിയുരിയക്കും മിനായാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് കടലിൽ സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തില് കപ്പലുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. ഇന്നഫീ ദാലിക, നിശ്ചയമായിട്ടും ഈ ഒരു കാര്യത്തിൽ ആയാത്തിൻ, വലിയ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ, സഹനം അവലംബിക്കുകയും കൃതജ്ഞത കാണിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഇവയിലൊക്കെയും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ധാരാളം ആയാത്തുകളുണ്ട്, ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. രണ്ട് പ്രത്യേകതകളാണ് അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. ഒന്ന് സ്വബറാണ്. സ്വബ്ബാർ എന്ന് പറയുന്നത് സഹനത്തിന്റെ ഏറ്റവും കൂടിയ അളവില്, ഏറ്റവും പ്രശംസനീയമായ അളവിൽ അത് കാണിക്കുന്ന ഒരാളെ പറ്റിയാണ് സ്വബ്ബാർ എന്ന് പറയാം. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ആളെ സായിഫ് എന്നാണ് അറബിയിൽ പറയാം. സായിഫ്, ഡ്രൈവർ. അതേസമയത്ത് പ്രൊഫഷണൽ ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ, വണ്ടി ഓടിക്കലാണ് അയാളുടെ ജോലി എങ്കിൽ അയാളെ പറയൽ സവ്വാഖ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും മികവും കഴിവും ഉള്ള ആള്, അയാളുടെ തൊഴിൽ തന്നെ വാഹനം ഓടിക്കുക എന്നതാണ് എങ്കിൽ അങ്ങനെ ഒരവസ്ഥയിലാണ് അറബിയിൽ സവ്വാഖ് എന്ന് പറയാം. അതേപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ സബ്ബാർ എന്നത്. സബർ ചെയ്യുന്ന ഒരാളെ സാധാരണഗതിയിൽ സഹനം അവലംബിക്കുന്ന ഒരാളെ സ്വാബിർ എന്നാണ് പറയുക. ഇവിടെ അതിന്റെ വേറൊരു രൂപം സബ്ബാർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഹനം കാണിക്കുന്നതിന്റെ, ക്ഷമ അവലംബിക്കുന്നതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാവുന്ന ഒരാളാണ് സബ്ബാർ എന്ന്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത് സബ്ബാറും ഷക്കൂറുമായ, ഷക്കൂർ എന്നതും കൃതജ്ഞത കൂടിയ അളവിൽ കാണിക്കുന്ന ഒരാളെ കുറിച്ചാണ് അത് പറയുക. ഷാക്കിർ എന്ന് പറഞ്ഞാൽ മതി, എന്താണ്, നന്ദിയുള്ളവൻ, കൃതജ്ഞത കാണിക്കുന്നവൻ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ അളവ് കൂടിയ തലത്തില് അത് പരാമർശിക്കുന്ന ഒരു പ്രയോഗമാണ് ഷക്കൂർ. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് സബ്ബാറും ഷക്കൂറുമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതില് ധാരാളം ദൈവിക സൂചനകൾ അടങ്ങിയിട്ടുണ്ട്. കാരണം സബ്ബാറും ഷക്കൂറുമായ ഒരാള് അയാളുടെ നിലപാട് തന്നെ പടച്ചതമ്പുരാനോട് കൃതജ്ഞതയുള്ള വിധത്തിലായിരിക്കും. ഒരു വൃക്ഷത്തെ നോക്കിക്കാണുന്നതും അതിൽ നിന്ന് ഫലം പറിക്കുന്നതും ഒക്കെ അയാളുടെ മനസ്സ് നിറയെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനോടുള്ള കൃതജ്ഞത അനുഭവപ്പെട്ടുകൊണ്ടും അത് വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടുമൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ പടച്ചതമ്പുരാനെ ഉൾക്കൊള്ളുന്ന ഒരാള് ഒരു വൃക്ഷത്തിൽ നിന്ന് ഫലം പറിക്കുക. അത് കൃതജ്ഞതയുടെ ഒരു മാനസികാവസ്ഥയാണ്. അള്ളാഹുവിനോട് ഇപ്പൊ നമ്മള് ഒരു സംഗതി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ, ഒരു കെട്ടിടം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നിർമ്മിതിക്ക് ഉദ്ദേശിച്ചപ്പോ അതിനുവേണ്ടി നമ്മള് പ്രയത്നം തുടങ്ങി, ഭൂമിയിൽ അതിനുവേണ്ടി തറ കയറി, അതിനുവേണ്ട കല്ലുകളൊക്കെ പാകി, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല സൗകര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒത്തുകിട്ടുന്നത് നമ്മൾ കാണും. അങ്ങനെ പ്രതീക്ഷിക്കാതെ പല സൗകര്യങ്ങളും അതില് കണ്ടെത്താൻ പറ്റുമ്പോൾ നമ്മൾ അറിയാതെ അള്ളാഹുവിനോട് ശുക്ർ ചെയ്തു പോകും, അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കും. പ്രയാസരഹിതമായ അല്ലെങ്കിൽ കുറഞ്ഞ പ്രയാസത്തോടു കൂടി മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെ അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു സംഗതിയാണെങ്കിൽ പോലും അതിന്റെ ഫലം എടുക്കുമ്പോൾ, വിളവെടുക്കുമ്പോൾ നമ്മളെ മനസ്സ് നിറയെ അള്ളാഹുവിനോട് വല്ലാത്ത കൃതജ്ഞതയായിരിക്കും. ഇതാണ് ഒരു വിശ്വാസിയുടെ ശരിയായ മാനസികമായ അവസ്ഥ. അയാളുടെ പ്രയത്നം കൊണ്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ പോലും അയാൾക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നതിന്, അതിനു വേണ്ട സാഹചര്യം ഒരുക്കി തന്നതിന് അള്ളാഹുവിനോട് മനസ്സ് നിറയെ കൃതജ്ഞത ഉണ്ടാവും, ശുക്ർ തോന്നും. അപ്പൊ അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സ് നിറയെ പ്രപഞ്ച നാഥനോട് കൃതജ്ഞത കാണിക്കുന്ന, കൃതജ്ഞത തോന്നുന്ന ആളുകൾ, അതുപോലെ പ്രയാസങ്ങൾ നേരിടുമ്പോ അത് സഹിക്കാനുള്ള സന്നദ്ധത, അന്നേരം അള്ളാഹിനെ ശപിക്കുകയല്ല, തെറി വിളിക്കുകയും ചീത്ത പറയുകയും ചെയ്യല്ല, അത് സഹനം അവലംബിക്കാനുള്ള സന്നദ്ധത. ഈ രണ്ട് ഗുണങ്ങളും ചേർന്നിണങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ മണൽത്തരിയിലും പ്രപഞ്ചനാഥന്റെ ദൃഷ്ടാന്തം കാണാൻ സാധിക്കും. അത് ഒരു മനസ്സിന്റെ ഒരു ഡിസിപ്ലിനാണ്. പ്രയാസങ്ങൾ നേരിടുമ്പോൾ സഹനം അവലംബിക്കാൻ കഴിയുക. ഇപ്പൊ നമ്മൾ രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
ആ യുദ്ധമുഖത്ത് കാണുന്ന ചില ചിത്രങ്ങള്, പല വീഡിയോസ് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. രണ്ട് വ്യത്യസ്തമായ സംസ്കാരങ്ങളെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് അങ്ങേയറ്റത്തെ സഹനം അവലംബിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തില് ഷഹാദത്ത് വരിക്കാനും ഒക്കെയുള്ള സന്നദ്ധത കാണിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ പറ്റുമ്പോൾ, വെപ്രാളപ്പെട്ട് വിറളിയെടുത്ത് പരക്കം പായുന്ന ഓടുന്ന, അതുവരെ തങ്ങളെപ്പോലെ പല മനുഷ്യരും ലക്ഷക്കണക്കിന് ഇതുപോലെയുള്ള ദുരിതം തൊട്ട് അയൽവക്കത്ത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിട്ട് അത് കാണാനോ മനസ്സിലാക്കാനോ പോലും സന്നദ്ധത കാണിക്കാതിരുന്ന ആളുകള്, അവരൊന്നും മനുഷ്യരാണെന്ന് പോലും ആലോചിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകള് ഇപ്പോ അങ്ങേയറ്റത്തെ വെപ്രാളപ്പെടൽ കാണിച്ചുകൊണ്ട് പരക്കം പായുന്ന ബങ്കറുകളിലേക്കും പിന്നെ സൈപ്രസിലേക്ക് തോണി കയറി പോകാനൊക്കെയുള്ള വെപ്രാളപ്പെടലാണ് ഒരു കൂട്ടർ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് വ്യത്യസ്തമായ ഡിസിപ്ലിനുകളാണ്. ഒന്ന്, ഈമാൻ കൊണ്ട് സത്യവിശ്വാസത്തിന്റെ നൈർമല്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. അതാണ് സഹനം അവലംബിക്കാനുള്ള സന്നദ്ധതയും അതേപോലെ തന്നെ നന്ദി തോന്നുന്ന, അള്ളാഹുവിനോട് കൃതജ്ഞത അനുഭവപ്പെടുന്ന ഒരു മനസ്സിന്റെ നിലപാടും. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ സഹനം അവലംബിക്കാനുള്ള സന്നദ്ധതയും കൃതജ്ഞതയും ഉള്ള മനസ്സിൽ അത്തരം ആളുകള് അള്ളാഹുവിന്റെ അസംഖ്യം ദൃഷ്ടാന്തങ്ങൾ ഇതിലൊക്കെ കാണാൻ അവർക്ക് സാധിക്കും. അല്ലാത്തവർക്ക് അസ്വസ്ഥതയും പ്രയാസവും ബുദ്ധിമുട്ടും മാത്രമേ കാണാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനൊന്നും അവർക്ക് നേരം ഉണ്ടാവില്ല. അതിനുള്ള കണ്ണും കാതും ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. അത് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് സബ്ബാറും ഷക്കൂറുമായ ആളുകൾക്കാണ് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക, അതിന് സാധിക്കുക. വൈദാ ഘശിയഹും മൗജ്, എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഇനി കടലില് സഞ്ചരിക്കുന്നതിനിടയില് കടൽക്ഷോഭം ഉണ്ടായി എന്ന് വെക്കുക. ഇവര് സഞ്ചരിക്കുന്ന കപ്പല് കടൽക്ഷോഭത്തിൽ പെട്ടുപോയി എങ്കിൽ, വൈദാ ഘശിയഹും മൗജ്, തിരമാലകൾ അവരെ ഒന്നാകെ അങ്ങ് പൊതിയുന്ന അവസ്ഥയുണ്ടായി എങ്കിൽ, തല്ലുലൽ, അത് ഒരു ലുലല് പോലെ എന്ന് പറഞ്ഞാൽ കാനോപ്പി പോലെ, ആകാശത്തിനൊരു മേൽക്കൂര പോലെയായി മാറി. തിരമാലകൾ അങ്ങ് ഉയർന്ന് പൊങ്ങിയിട്ട് അത് ഒരു കാനോപ്പി പോലെ, ഒരു മേലാപ്പ് പോലെ ആയിട്ട് അവരുടെ തലക്ക് മീതെ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് ഉയർന്നു വലുതായി എന്ന് വെക്കുക. അങ്ങനെ ആയാൽ തിരമാലകള് പർവ്വതങ്ങളെ പോലെ അവരുടെ തലക്ക് മീതെ ഉയർന്നാൽ, ദഅവുല്ലാഹ, ഈ ആളുകള് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. എങ്ങനെയാ വിളിക്കുക? മുഖ്ലിസീന ലഹുദ്ദീൻ, അവനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അവന് മാത്രം വിധേയത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി യാതൊരു വിധത്തിലുള്ള ഷിർക്കിന്റെയും കളങ്കമേൽക്കാതെ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്പ്പെടലും വിധേയപ്പെടലും പൂർണ്ണമായിട്ടും അവനാണ് എന്ന നിലക്ക് വേറൊരാൾക്കുമുള്ള വിധേയപ്പെടലിന്റെ ഒരു തരിമ്പും കാണിക്കാതെ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നാലോ ഫലമ്മാന ജാഹു, കടലില് അവരെ തിരമാലകൾ മൂടിയ ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ മാത്രം ആത്മാർത്ഥതയോടുകൂടി ശിർക്ക് കലരാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്ന് കരുതുക. ഫലമ്മാന ജാഹു, അവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ, ഇലൽ ബർരി, കരയിലേക്ക്, കടലിൽ നിന്ന് കടലിലെ ആ കടൽക്ഷോഭ സമാനമായ സാഹചര്യത്തിൽ വലിയ പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ അവരെ തലക്ക് മീതെ ഉയർന്നു നിൽക്കുകയോ പൊതിയുകയോ ഒക്കെ ചെയ്ത അത്രയും ഭീഷണമായ അവസ്ഥയിൽ അകപ്പെട്ടപ്പോ അവര് അള്ളാഹുവിനെ മാത്രം, ബാക്കി എല്ലാ വ്യാജ ദൈവങ്ങളെയും കൈയൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിലപാട് അവര് സ്വീകരിച്ചു. എന്നാൽ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ, ഫമിൻഹും മുഖ്തസിദുൻ, അവരില് മിതത്വത്തിന്റെ ആളുകളായിട്ട് ചിലരെ കാണാൻ സാധിക്കും. വമാ യജ്ഹദു ബി ആയാതിന, സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല. ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ,
നന്ദി കെട്ട വഞ്ചകന്മാരല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരായി മാറുകയില്ല. കടലിന്റെ ക്ഷോഭ സാഹചര്യത്തില് തലക്ക് മീതെ പർവ്വത സമാനമായി തിരമാലകൾ ഉയരുന്ന കാഴ്ച കാണുമ്പോൾ അവര് എല്ലാ വ്യാജ ദൈവങ്ങളെയും കൈയൊഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് മാത്രമായിട്ടാണ് പ്രാർത്ഥിക്കുക. അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി എന്നൊന്ന് കരുതും. എവിടെ പോയി അവരുടെ ആവേശം? ഫമിൻഹും മുഖ്തസിദുൻ, അവരിൽ പലരും അതാ ആവേശം കെട്ടടങ്ങിപ്പോയ ആളുകളായി മാറിയിരിക്കുന്നു, മിതത്വമുള്ള ആളുകളായി മാറിയിരിക്കുന്നു. മിതത്വം പല നിലക്കും ഈ മുഫസ്സിറുകൾ അതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മുഖത്തസിദ്, ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ, ഇഖ്തസദ എന്ന് പറഞ്ഞാൽ ഒരു മിതത്വത്തിന്റെ വഴി സ്വീകരിച്ചു എന്നാണ്. ഇംഗ്ലീഷിൽ അതിനുള്ള പദം എക്കണോമി എന്നാണ്. സമ്പദ് ശാസ്ത്രത്തിനാണ് അത് സാധാരണ പറയാറുള്ളത്. എക്കണോമിക്സ് ഒക്കെ അങ്ങനെയാണ് ആ പദം വരുന്നത്. അറബിയിലെ എക്കണോമിക്സിന് പറയല് ഇഖ്തിസാദിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ മിതത്വം ശീലിക്കുക എന്നതാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു അടിത്തറയായിട്ട് കാണുന്നത്. അങ്ങനെയാണ് ആ പദം വരുന്നത്. എക്കണമൈസ് ചെയ്യുക എന്ന അറബിയിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാല് മിതത്വം കാണിക്കുക, അമിത വ്യയം ഒഴിവാക്കുക എന്നൊക്കെയാണ്. അറബിയിലും അതേ അർത്ഥമുള്ള പദമാണ് ഇഖ്തസദ എന്നത്. മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ നിലപാടുകളിൽ ഇവിടെ മിതത്വം കാണിക്കുന്നവരായി മാറുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കടലിലെ പ്രാതികൂല്യങ്ങളുടെ ഘട്ടത്തിൽ അവര് വളരെ ആവേശത്തില് വിശ്വാസം ഉൾക്കൊണ്ടവരായിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു എങ്കിൽ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ കാണാം അവരെ സ്വഭാവത്തിൽ മാറ്റം. ആ പഴയ ആവേശമൊന്നും അത്രത്തോളം ഇല്ല. അതേപോലെ നിഷേധിക്കുന്നതിനും വലിയ ആവേശമില്ല. കാരണം ഒരു അനുഭവം ഉണ്ടായതാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് സത്യനിഷേധം കാണിക്കുന്നതിന് അതിലൊരു മയം വന്നിട്ടുണ്ട്. പക്ഷെ സത്യവിശ്വാസത്തില് ദൃഢപ്പെടുന്നതിന് അവർക്ക് അതിനുള്ള സന്നദ്ധത ഉണ്ടായിട്ടുമില്ല. ഇതായിരിക്കും അവരിൽ പലരുടെയും അവസ്ഥ. അപ്പൊ കടലിലെ ഭീകരമായ പ്രതിസന്ധിയിൽ അകപ്പെട്ട ഘട്ടത്തിൽ അവര് എല്ലാ വ്യാജ ദൈവങ്ങളെയും കൈയൊഴിഞ്ഞുകൊണ്ട് അവനോട് മാത്രം വിധേയത്വം കാണിച്ചുകൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടായി. എന്നാൽ അള്ളാഹു ഇടപെട്ടു, സഹായിച്ചു, രക്ഷപ്പെടുത്തി, കരയിലെത്തി എന്ന് വെക്കുക. അവരുടെ സ്വഭാവത്തിൽ അതാ മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ അവര് ആ പഴയ വിശ്വാസപരമായ ആവേശമൊക്കെ കെട്ടടങ്ങി പഴയ ആ ഭൗതികതയുടെ പിടുത്തത്തിലേക്ക് വീണ്ടും അവര് ചെന്ന് പതിക്കുകയാണ്. അതാണ് മുഖ്തസിദാകുന്ന ഒരു സംഗതി. അവരെ മുഖ്തസിദാക്കി മാറ്റുന്ന ഒരു കാര്യം അതാണ്. അവര് വിശ്വാസപരമായ ദാർഢ്യതയും ആ കരുത്തുമൊക്കെ ചോർന്നു പോയവരായിക്കൊണ്ട് മാറുന്നു. എന്നിട്ടോ അള്ളാഹു തുടർന്ന് പറയുന്നത്, വമാ യജഹദു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരായിട്ട് ആരുമില്ല. ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, വഞ്ചകന്മാരും നിഷേധികളുമായ ആളുകളല്ലാതെ. കഫൂർ എന്ന് പറഞ്ഞാൽ കുഫർ എന്നുള്ള വേറൊരു വാക്കാണ്. കുഫറാണ് അതിന്റെ റൂട്ട് വേർഡ്. കഫറ, നിഷേധിയാവുക എന്നാണ് അർത്ഥം. അപ്പൊ നിഷേധത്തിന്റെ മനോഘടനയുള്ള ആള്. അതുപോലെ ഖത്താർ എന്ന് പറഞ്ഞ ചതിയും വഞ്ചനയും ഒക്കെ ചെയ്യുന്ന, കബളിപ്പിക്കലൊക്കെ ചെയ്യുന്ന കടലിൽ വെച്ച് അള്ളാഹുവിന് വലിയ വാഗ്ദാനങ്ങളൊക്കെ നടത്തിയതാണ് അവർ അള്ളാഹുവിനോട്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ ഇനി ശിർക്ക് ചെയ്യൂല, വ്യാജ ദൈവങ്ങളുടെ പുറകെ പോകൂല, അവർക്ക് വിധേയത്വം കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പലതും ശപഥം ചെയ്തിട്ടൊക്കെയാണ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതൊക്കെ പാടെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കബളിപ്പിക്കുന്ന, അള്ളാഹുവിനെ വഞ്ചിച്ചുകൊണ്ട് മാത്രം നിലപാട് സ്വീകരിക്കുന്ന ഖത്താറായിട്ട് മാറുകയാണ് അവർ. ചതിയന്മാരും വഞ്ചകരുമായ നിഷേധികള് അവരല്ലാതെ അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. കടലില് സഞ്ചാരയോഗ്യമാവുന്ന വിധത്തിലുള്ള കപ്പലുകൾ അള്ളാഹു ഒരുക്കി കൊടുത്തു. അത് സഞ്ചാരയോഗ്യമായി അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് അള്ളാഹുവിന്റെ വിവിധങ്ങളായ നിയമത്തുകൾ കാരണമായിട്ടാണ്. അള്ളാഹുവിന്റെ മേൽനോട്ടവും അള്ളാഹുവിന്റെ പിൻബലവുമായിട്ട് ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് ഒരല്പനേരത്തേക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ
അതൊക്കെ പാടെ തകിടം മറിയും. വിമാനമൊക്കെ താഴേക്ക് കൂപ്പുകുത്തും. കപ്പലുകളൊക്കെ തിരമാലകളിൽ പെട്ട് തകർന്നടിഞ്ഞു പോകും. അല്ലെങ്കിൽ പാറക്കല്ലുകളിൽ ചെന്നിടിച്ച് അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. ഇതുപോലെ ഒരുപാട് സംഗതികൾ ഈ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ തകർക്കുന്ന വിധത്തില് പലതും ഉണ്ടായി എന്ന് വരും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്കത് സാധിക്കുന്നത്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി വെച്ചിട്ടുള്ളത്? അവന്റെ ചില ദൃഷ്ടാന്തങ്ങളെ അവർക്ക് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവര് കണ്ടെത്തണം, ഉൾക്കൊള്ളണം. അതിലൂടെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അവർക്ക് ബോധ്യപ്പെടുകയും വേണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇനി ഈ ആളുകള് കടലിൽ സഞ്ചരിക്കുന്നതിനിടയിൽ തിരമാലകൾ അവരെ പൊതിഞ്ഞു എന്ന് വെക്കുക. അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഏകദൈവത്വത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് എങ്കിൽ പോലും അവര് എല്ലാ വ്യാജ ദൈവങ്ങളെയും കൈയൊഴിഞ്ഞ് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകും. അങ്ങനെ അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവര് ആവേശം ചോർന്നു പോയ മിതത്വമുള്ള ആളുകളായിട്ട് മാറുന്നു. നന്ദികേടിന്റെയും അതുപോലെ നിഷേധത്തിന്റെയും സ്വഭാവം അവരിൽ പ്രകടമാവുകയും ചെയ്യുന്നു. ഇതാണ്. എന്നാൽ നിഷേധവും നന്ദികേടും സ്വഭാവമാക്കി ഏറ്റെടുത്ത ആളുകളല്ലാതെ വേറെ ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.